ടെക് വില്ലേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു വാക്വം ക്ലീനറാണ്. നമ്മുടെ ഇനാൾസ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 2 മാസത്തിൽ കൂടുതലായി. ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം വീഡിയോ ഇടാമെന്ന് കരുതി. നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്. ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് 16,995 MRP. പക്ഷേ ഇതിനകത്ത് ഓഫറിനകത്ത് ഞാൻ 6,200 സംതിങ് രൂപയ്ക്കാണ് ഇത് വാങ്ങിയത്. എന്നാലും ഇത് ഉപയോഗമുണ്ട്. ഒരു നഷ്ടമായ ഒരു പ്രോഡക്റ്റ് അല്ല, നല്ല പ്രോഡക്റ്റാണ്. ഇതിനകത്ത് എയർ നമുക്ക് വാക്വം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കംപ്രസറായിട്ട് എയർ പുറത്തോട്ട് അടിച്ച് കളയാൻ കഴിയും. പിന്നെ വെള്ളം സക്ക് ചെയ്തെടുക്കാനും കഴിയും. അത്രയും നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ഉപയോഗിക്കാൻ നല്ല ഈസിയാണ്. അതേപോലെ ഇതിൻ്റെ ഹെഡ് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഹെഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്താണ് എയർ ഫിൽറ്ററുണ്ട്. നമ്മൾ വെറ്റായിട്ടുള്ള ഭാഗം എടുക്കുമ്പോഴത്തേക്ക് ആ ഫിൽറ്റർ മാറിയിട്ട് അതിനകത്ത് വേറൊരു നെറ്റ് പോലത്തെ സാധനം ഇടാനുണ്ട്. പിന്നെ ആ കറുത്ത നെറ്റ്, ഇത് ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണ്. ഇതിനോടൊപ്പം നമുക്ക് ഈ കേബിളും കിട്ടും. അതുപോലെ ബ്രഷ് ഉണ്ട്. പിന്നെ ചെറിയ ഭാഗങ്ങളിൽ ക്ലീൻ ചെയ്യാനുള്ള നോസിൽ. ഇത് ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്. ഇതെൻ്റെ ഹെഡാണ്. ഇതിനകത്താണ് മോട്ടർ ഇരിക്കുന്നത്. ഇത് എയർ ഫിൽറ്ററാണ്. അത് ഇളക്കി ക്ലീൻ ചെയ്യാൻ പറ്റും. എടുക്കാം. ഇത് വാക്വം ചെയ്യുമ്പോഴത്തേക്ക് ഈ രീതിയിൽ ഈ എയർ ഫിൽറ്റർ ഇട്ടിട്ടാണ് വാക്വം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വെള്ളം സക്കിയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ആ ഫിൽറ്റർ മാറ്റിയതിന് ശേഷം ഈ നെറ്റ് കണക്കത്തെ പ്രോഡക്റ്റ് അതിനകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഫിറ്റ് ചെയ്യുക. വെള്ളം ഡ്രൈ ചെയ്യാൻ പറ്റും. ഇത് വെള്ളം സക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും അല്ലേ. വയർ 3 മീറ്ററാണ്, 3 അല്ല 5 മീറ്റർ. അപ്പോൾ നമുക്ക് ഇതാണ് ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ. ഇതിങ്ങനെ മൂവബിളാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കറങ്ങി എടുക്കാൻ പറ്റും.
ഇത് 1700 വാട്ടായതുകൊണ്ട് നല്ല പവറാണ്, സെക്കൻഡ് പവർ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലോറൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. പൊടിയൊക്കെ നല്ല രീതിയിൽ വാക്യൂം ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ്